വിനയാകുമോ വിഭാഗീയത എന്നതിൽ വിനയാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പരസ്യ പ്രതിഷേധം എന്നുള്ളൊരു പുതിയ കാര്യമാണെന്ന് കരുതേണ്ട കാര്യമില്ല. അപ്പോൾ VSന് സീറ്റ് നിഷേധിപ്പിക്കേണ്ട സമയത്ത് ഒരു പരസ്യ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഒരു സന്ധ്യാനേരത്ത് വലിയ തോതിൽ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സീറ്റ് നൽകുകയും ചെയ്തല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏത് വിഷയത്തിലാണ് പ്രതിഷേധമെന്നും ആ പ്രതിഷേധിക്കുന്ന വിഷയത്തെ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുമാണ് അറിയേണ്ടത്. ഇപ്പോൾ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ജീർണതയാണ് വിഭാഗീയതയല്ല. അങ്ങനെയെങ്കിൽ ആ ജീർണതയിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നോക്കൂ, വിഭാഗീയതയിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, ലൈംഗിക ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തെ അഡ്രസ്സ് ചെയ്യാതെ ആ കമ്മിറ്റിയെ ആകെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ ചുമതലയേൽപ്പിക്കുന്നു. പലയിടത്തായി ഈ തരത്തിലുള്ള പ്രശ്നപരിഹാരം നമ്മൾ കാണുകയാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ കമ്മിറ്റിയെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും എതിരെ നടപടികൾ എടുക്കുക. ഇപ്പോൾ പല സ്ഥലത്തും നമ്മളിത് കണ്ടു. ഇത് കൊല്ലത്ത് കണ്ടു, അതുപോലെ കോഴിക്കോട് കണ്ടു. കോവൂരിൽ ഏരിയ കമ്മിറ്റി ഒരു പൊതുശല്യമായ ഒരാളെ സമ്മേളനത്തിൽ ഒഴിവാക്കി. പിന്നീട് നേതൃത്വം ഇടപെട്ട് അയാളെ പാർട്ടിയിലേക്ക് സമ്മേളനത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ പലയിടത്തും ഇപ്പോൾ PK ശശിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു പാർട്ടിയിൽ തന്നെ ഒരു വനിത പരാതി നൽകിയ ഘട്ടത്തിൽ എത്ര വൈകിയാണ് നടപടിയിലേക്ക് പോയത്. അപ്പോഴും അദ്ദേഹത്തെ തരം താഴ്ത്തിയ ശേഷം പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കുന്നു, അല്ലേ? ഇപ്പോൾ വീണ്ടും നടപടിയിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം KTDC ചെയർമാനായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു വിഷയം നിൽക്കുകയാണ്. അതിനെ ഇപ്പോൾ പറയുന്ന പോലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, അപ്പുറത്ത് മണൽ മാഫിയയും ക്വാറി ബന്ധവും അടക്കമുള്ള കാര്യങ്ങൾ. നമ്മൾ കുറച്ച് ദിവസം കോഴിക്കോട് വിഷയം ചർച്ച ചെയ്തിരുന്നു. പ്രമോദ് ഉയർത്തിയ വിഷയം. ആ വിഷയത്തിൽ പാർട്ടി തന്നെ ഒരു അന്വേഷണം നടത്തുകയും പാർട്ടി തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടി ഫണ്ട് എങ്ങനെ പിരിക്കുന്നു എന്നുള്ളതിൽ സാധാരണ ഓരോ സാധാരണക്കാരിൽ നിന്നും പാർട്ടി പണം പിരിക്കുകയാണ് ചെയ്യുക. പക്ഷേ അവിടെ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ചില മുതലാളികൾ, 1-2 മുതലാളിമാരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് ഫണ്ടുണ്ടാക്കുന്നു. അതിന് റെസീപ്റ്റ് ഉണ്ടാകില്ല. ദേശാഭിമാനിക്കായി വരിക്കാരെ ചേർക്കുന്നതിലും അഴിമതി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മണ്ണ് മാഫിയ ബന്ധം പറയുന്നു. ഇതിലൊക്കെ എന്താണ് നടപടി ഉണ്ടായിട്ടുള്ളത്? അത് നമ്മൾ കേൾക്കുന്നില്ല. ഇതിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെ ചേർത്തുകൊണ്ടുള്ള ആരോപണങ്ങളൊക്കെയാണെന്ന് ഉയർന്നിട്ടുള്ളത്. അതിലെന്ത് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ താഴെത്തട്ടിൽ ഈ പ്രവർത്തകർ, ഇപ്പോൾ ഈ ബിപിൻ എന്ന് വരുന്ന പ്രവർത്തകനെതിരെ നേരത്തെ ആരോപണം ഉയർന്നതാണ്. ഭാര്യ നൽകിയ പരാതിയുണ്ട് അവിടെ നിന്ന് പറയുന്നു. പക്ഷേ ആ പരാതി പാർട്ടിക്കും നൽകിയിട്ടുണ്ട്. അത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. 6 മാസം സസ്പെൻഷന് ശേഷം അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പിന്നീട് പാർട്ടിയിലേക്ക് വരുന്നത്? ഇപ്പോൾ ആ വിഷയമാണ് പാർട്ടി ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരാളെ കുറച്ചു കാലമായി പാർട്ടിയിൽ നിർത്തുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോകുന്ന എല്ലാവരും പറയുന്ന സ്ഥിരം കാര്യമാണ് പറയുന്നത്. മോദിയുടെ വികസന നയത്തിൽ അതിൽ ആകൃഷ്ടനായി പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന ഒരാൾ, ഇപ്പോൾ BJPയിലേക്ക് ഒരാൾ പോകുന്നത് ഒരു ബിപിനല്ലേ, ബിപിൻ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ പുറത്ത് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന പലരുമുണ്ട്. അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് വലിയ തോതിൽ CPM വോട്ട് പോകുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുമ്പോൾ ഈ സമ്മേളന കാലയളവിൽ എങ്ങനെയാണ് ഈ പ്രശ്ന പരിഹാരം നടത്തുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് പാർട്ടി സെക്രട്ടറിമാർ ആയിരുന്നവർ എങ്ങനെയാണ് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നതെന്നൊരു വിഷയം വരുന്നത്. നേരത്തെ പിണറായി വിജയനായിരിക്കുമ്പോൾ പിണറായി വിജയനെ എല്ലാവരും അംഗീകരിക്കുന്നൊന്നുമില്ലെങ്കിലും അദ്ദേഹം അവസാന വാക്കാണ്, ആ രൂപത്തിലാണ്. പക്ഷേ ആ തരത്തിൽ MV ഗോവിന്ദൻ അത് കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനും ആ നിലയ്ക്ക് അദ്ദേഹത്തെ ബാക്കി ഘടകങ്ങൾ കാണുന്നുണ്ടോ എന്നൊരു സംശയം അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. കോടിയേരിയുടെ മറ്റൊരു ശൈലിയാണ്. പക്ഷേ കോടിയേരി അനുനയിപ്പിച്ച് കൂടെ നിർത്തും. ആ ഒരു ശൈലിയും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ MV ഗോവിന്ദൻ്റെ ശൈലി എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് എന്നറിയില്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും പിണറായി വിജയൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ സീരിയസ് ആയ ചർച്ചകൾ നടക്കുന്നില്ല എന്ന് അകത്തുനിന്ന് തന്നെ സംസാരമുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ആ തരത്തിൽ ഗൗരവത്തിൽ പാർട്ടി അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയിൽ വന്നിരിക്കുന്ന ജീർണതയെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, അതായത് ഏതെങ്കിലും 1-2 ആളുകൾ അവർ പോയാൽ പ്രശ്നം അവസാനിക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു പ്രവണത എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വിനയാകും വിഭാഗീയത എന്ന് തന്നെയാണ് Meet the editors.